സിമ്പിൾ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഓസ്ട്രേലിയൻ ബ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തുള്ള ഒരു പിസ്സ കിട്ടുന്ന ഒരു സ്ഥലമാണ്. മൈ ഗുഡ്നെസ് എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പിസ്സ ഒന്നുമല്ല ഇതിൻ്റെ മുൻപിൽ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, എന്തൊരു രുചിയാണെന്നറിയോ. അവരാണെങ്കിൽ ആ ബേസ് തന്നെ അവർ അവിടെ ഉണ്ടാക്കി നമുക്ക് തരുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, അവരുടെ ഓരോ കാര്യങ്ങളും ഒരു ഫില്ല് ചെയ്യുന്നത് ഒരു രക്ഷയില്ല. എന്തൊരു ഫില്ലിങ് ആണെന്ന് പറയുന്നത്, നന്നായിട്ട് ഫില്ല് ചെയ്യും. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ ഇച്ചിരി ഇടുവല്ല, ഫുൾ നന്നായിട്ട് അവർ ഫില്ല് ചെയ്ത്. ഇത് വേറെ ഒരാളുടെ കൊണ്ടാക്കിയ ഒരു പിസ്സയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ചെറിയൊരു പിസ്സായും വേറെ ഒരു ടൈപ്പ് പിസ്സായും മഷ്റൂമിൻ്റെ ഒക്കെ. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ബീഫിൻ്റെ അല്ല, ചിക്കൻ്റെ എന്തോ ഒരു സംഭവമാണ്. അടിപൊളി പിസ്സ. അവിടുത്തെ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ലേ. നല്ല നീറ്റാണ് അവരുണ്ടാക്കുന്നത്. എല്ലാം അവരിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. എടുത്തങ്ങോട്ട് ഇടുക. ഒരു ട്രേ കഴിയുമ്പം അവർ അടുത്ത ട്രേ നിറയ്ക്കും. അങ്ങനെ ഓരോ ട്രേ അവർ അടുത്തത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കണ്ടോ. ആ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ, നിറച്ചാണ്. നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നു, നമ്മുടെയൊക്കെ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇച്ചിരി ഒന്ന് അവിടെ ഇവിടെ ഒന്ന് വെക്കുമെന്നല്ലാതെ ഇതൊരു രക്ഷയില്ലായിരുന്നു. സൂപ്പറാണേ, നല്ലതായിട്ട് ഫില്ല് ചെയ്യുക. അവർ നിറച്ച ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്കാരുടെ അത് കഴിഞ്ഞു. അടുത്തത് ആൾക്കാരുടെ അവർ ഫില്ല് ചെയ്യാണ്. നന്നായിട്ട് സോസൊക്കെ വെച്ച് നന്നായിട്ട്. ഇതെനിക്കൊന്ന് ബേക്കണാണ്, ബേക്കണിൻ്റെ അതിൻ്റെയാണ്, വേറൊരാടെയാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ ആയിരുന്നേ. ഞങ്ങളെക്കാളും മുൻപേ ഓർഡർ കൊടുത്തവരുടെയാണ് ഇതൊക്കെ. അതെല്ലാം അവർ വെച്ചിട്ട് നന്നായിട്ടെല്ലാം ഫില്ല് ചെയ്ത് നല്ല സൂപ്പറാണ്. പിസ്സയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ള വോയിസ് ഓവർ ആണല്ലോ ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാനൊരു ബീഫ് പിസ്സയാണ് ഓർഡർ ചെയ്തത്. അതിനൊരു പേരുണ്ട്, വാഗ്യോ അങ്ങനെ എന്തോ ഒരു സംതിങ്. അങ്ങനത്തെ ഒരു പിസ്സ, ബീഫിൻ്റെ പിസ്സയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റായിരുന്നു. ഓരോ സാധനങ്ങൾ അവർ താഴെ നിന്ന് എടുത്ത് മേളിൽ നിന്ന് താഴെ നോക്കി എടുത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്, ഉരുട്ടി വെക്കുന്നുണ്ട്. എന്തോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. കാര്യമൊക്കെ പറഞ്ഞാലും കണ്ടോ, അവരെല്ലാം എടുത്ത് അതുപോലെ എല്ലാം വെക്കുകയാണേ. എനിവേ, എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. അടുത്തത് എൻ്റെ പിസ്സയുടെ ഫില്ലിങ്ങാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുക, ഞാൻ ഇവരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അവിടെയൊക്കെ പ്രൈവസി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര സംഭവം കേട്ടോ. അപ്പോൾ നമുക്കത് ഒരിക്കലും അവരുടെ പ്രൈവസിയെ കയറി കളിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണേലും നല്ലതായിട്ട് ചോദിച്ചിട്ട് ചെയ്യണം. അപ്പോൾ അവരൊന്നും പറയില്ല നമ്മളെ. ശരിക്കും പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയ ആൾക്കാർ നല്ല കൈൻഡ് ആൾക്കാരാണ് കേട്ടോ. നല്ല സ്നേഹമാണ്. അങ്ങനെ റഫും റൂഡും ഒന്നുമല്ല കേട്ടോ. അവർ നല്ല ആൾക്കാരാണേ. അപ്പം അടുത്ത ഫില്ല് ചെയ്യുവാണേ. അടുത്ത ഇങ്ങനെ ആ ബേസ്, ആ ഒരു ബ്രെഡിൻ്റെ ബേസ് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർ കുറച്ച് പിസ്സ സോസ് ചെയ്തു, കുറച്ച് എന്താ പറയുന്നത് ചീസ്, കുറച്ച് മഷ്റൂം എല്ലാം അവർ കണ്ടു നിറച്ചൊന്ന് ഫില്ല് ചെയ്യുവാണേ. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതുവരെയും കഴിച്ച പിസ്സയ്ക്കകത്തൊന്നും ഇത്രയും ഫില്ലിങ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം നന്നായിട്ട് അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. എല്ലാം ഇട്ടു അടിപൊളിയാക്കി കണ്ടോ, എല്ലാം ചെയ്യുന്നു. കുറച്ച് ഇതിട്ടു, എന്താണ് പറയുന്നത്, ഉള്ളി ഇട്ടു, കുറച്ച് ടൊമാറ്റോ ഇട്ടു, അങ്ങനെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇനി ബീഫാണ് ഇടുന്നത്. ബീഫ് ഓൾറെഡി അവർ വേവിച്ച ബീഫാണ് കണ്ടോ, അതാണ് ഇടുന്നത്. അത് നന്നായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, നന്നായിട്ട് തന്നെ അവരതെല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്ത് നന്നായിട്ട് ഓക്കെ. ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു ഗാർലിക് ബ്രെഡ് കൂടെ മേടിച്ചിരുന്നേ. അതെനിക്ക് ആക്ച്വലി കാണിക്കാൻ പറ്റിയില്ല. അതൊരു രക്ഷയില്ല, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. അപ്പം ഇതെല്ലാം ഇടുക അവർക്ക് കണ്ടോ. പിന്നെ ഒലിവ്സ് ഇട്ടു, എല്ലാം ഇട്ടു, കുറച്ച് ചീസ് കൂടെ ഇട്ടു. എന്നിട്ട് ഇനി അത് അവർ ഇപ്പം
റെഡിയാക്കിക്കൊണ്ട് നമുക്ക് തരും. അവരത് ബേക്ക് ചെയ്യാൻ വെക്കുവാണ്. കണ്ടോ, അടിപൊളിയാവും. എൻ്റെ പൊന്നോ, കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നണ്ട ഒരു പീസ് അതിനകത്ത് കാണുന്നില്ലല്ലോ. അത് ഓൾറെഡി എൻ്റെ മോൻ അങ്ങ് എടുത്ത് കഴിച്ച് അവന് വിശന്നിരിക്കുമായിരുന്നേ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നേ. കണ്ടോ, നിറച്ച് ഫില്ല് ചെയ്തിരിക്കുക. കണ്ടോ, എന്തൊരു രുചിയായിരുന്നറിയാമോ, ഒരു രക്ഷയില്ല. നിങ്ങൾ എടുത്തിത് പുതച്ച് മൂടിയിരിക്കുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നേ, വീടിനകത്താണെങ്കിലും തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര തണുപ്പൊന്നും ഒട്ടും എടുത്തില്ല. കണ്ടോ എന്തൊരു, എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ പിസ്സ ആയിരിക്കും കേട്ടോ. എനിക്ക് ഒരു രക്ഷയേ ഇല്ല ഈ പിസ്സ. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം, സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു അവരുടെ പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് രാത്രിയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളിവിടെ ഒരു റോയൽ പാർക്കുണ്ട്, റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെ പോയേ. അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കാക്കയാണോ എന്തായാലും, ഇത് പ്രാവല്ല, അതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. കാക്കയാണെങ്കിലും അതിൻ്റെ വേറെ ഇതിന് പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാവും, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ, ബ്ലാക്കും വൈറ്റും കൂടെ ഒക്കെ. പിന്നെ ഞാനിങ്ങനെ അതിൻ്റെ ചുറ്റുമുള്ള ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എടുക്കുകയാണ്, ഗാർഡനൊക്കെ എടുക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ഒരു സംഭവമാണ് ഇതൊക്കെ. അവിടെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദ മാൻ വിത്ത് ദ ഡോങ്കി എന്ന് പറഞ്ഞിട്ട്. അടിപൊളി, അത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. കുഞ്ഞൊരു സാധനം കേട്ടോ. ഇപ്പോൾ ഇടിക്കകത്ത് ഇത് വെച്ച് വലുതായിട്ടൊക്കെ തോന്നുന്നു. ഞാൻ ആ ഗാർഡൻ ഇടയ്ക്കൂടെ നടക്കും. അതിനകത്ത് ഫോറസ്റ്റ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാനുള്ളൊരു ചെറിയ വഴിയും. അടിപൊളിയാണ്, നല്ല രസമാണ് അത് വഴി നടക്കാനും. ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്നത്. തണുപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ഇച്ചിരി തണുപ്പൊരു കുറവ് തോന്നി. അപ്പം ഞാൻ ജാക്കറ്റ് അങ്ങ് ഊരിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്നറിയാമോ, ആക്ച്വലി നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുക, ഇതൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനാണ് അത്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു ചെറിയ റിവറാണ്. തിയേറ്ററിൻ്റെ ബാക്കാണ് കാണിക്കുന്നത്, സ്ക്രീനിൻ്റെ ബാക്കാണ് അത്. ഇത് കാണിക്കുന്നത് വെച്ചാൽ ഞങ്ങളാണ് നടന്നപ്പം ആ തിയേറ്ററിൽ ഫിലിം കാണാൻ വരുന്നവരുണ്ടേ. അതിനകത്ത് പൈസ കൊടുത്തിട്ട് അവിടെ വന്ന് ഫിലിം കണ്ട് ഇതുപോലെ ഓപ്പൺ എയർ ഗാർഡനിലിരുന്ന് നമുക്ക് ഫിലിം കാണാം. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം കൊടുക്കും. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തൊരു ടേസ്റ്റുള്ള സ്ട്രോബെറി ആയിരുന്നു. എന്ത് ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നു. ഇത്രയും നല്ല സ്ട്രോബെറി ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്, സത്യം ഞാൻ പറയാം. ഞാനങ്ങനെ സ്ട്രോബെറി കഴിക്കത്തില്ല, കാരണം ഒരു പുളി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതൊരു പുളിയില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ ചോക്ലേറ്റൂടെ വന്നുകൊണ്ട് നടത്തില്ല. അപ്പം ആ ഫ്രണ്ട് സൈഡ് ഞാൻ എടുക്കാഞ്ഞ് അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രൈവസി എന്ന് വിചാരിച്ച് ഞാൻ എടുക്കാതിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ ഈ എന്താ പറയുന്നത്, ബെഡെന്ന് പറയുന്നത് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോകാൻ ടൈപ്പ് ബെഡൊക്കെ ഇല്ല, ആ ടൈപ്പ് ബെഡും കൊണ്ട് വന്ന് അവിടെ കിടന്ന് സിനിമ കാണാൻ വന്നവരാണ്. എൻ്റെ മോനൊക്കെ മേളിലോട്ട് കയറിപ്പോകും, അവിടെ എന്തുവാന്ന് നോക്കാം. ഞാൻ മേളിലോട്ട് കയറിയില്ലേ. അവിടെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് എല്ലാം കണ്ടു, അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ ഡൽഹി റോക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടല്ലോ എന്ന് വിചാരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ആദ്യം അവിടെ കുറച്ച് മെനുവിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കി ഇവിടെ നിന്ന്. അപ്പം എനിക്ക് എന്താ പറയുന്നത്, പൂരി ചണ്ണിയും കണ്ടേ. അത് കണ്ടപ്പോൾ ഒരു സമാധാനം. അത് ഓർഡർ ചെയ്തു. പിന്നെ റൊട്ടി ഓർഡർ ചെയ്തു, അത്രയൊക്കെ ഓർഡർ ചെയ്തേ. എന്നിട്ട് പിന്നെ ഇതൊരു ചിക്കൻ കറിയാണ്. ഞാൻ ആദ്യം വിചാരിച്ച ചിക്കൻ കറി ഒരു കാസ്റ്റ് കൊള്ളത്തില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. ആ ഇതുണ്ടല്ലോ, ഗുലാബ് ജാമുൻ, ഒരു രക്ഷയില്ലായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ച് സന്തോഷത്തോടെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തിയപ്പം കുറച്ച് പെൺപിള്ളേർ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവരൊരു ഇങ്ങനെ പോകുന്നു. നല്ല രസമായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് അവരും ആഘോഷിക്കുന്നു, അതോടൊപ്പം ഞങ്ങളും ആഘോഷിച്ചു.